ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ CRT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കയറി വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സുകളുടെ കുറിച്ച് നല്ല നന്നാക്കണം, അതുപോലെ ക്ലാസ്സുകൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് നന്നായിട്ടെന്ന് പറയുന്നുള്ളവരുണ്ട്, അതുപോലെ ക്ലാസ് ഇനിയും നന്നാക്കണമെന്ന് പറയുന്നവരുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബലത്തെക്കുറിച്ചാണ്. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? അപ്പം നമുക്കറിയാം, ബലം പ്രയോഗിക്കുന്ന പല സന്ദർഭങ്ങളാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഒരാൾ ഒരു കൈവണ്ടി ഉപയോഗിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഒരു ഉന്തുവണ്ടിയിൽ വലിച്ചു കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇവിടെ ഒരാൾ കാറ് തള്ളിക്കൊണ്ട് പോകുന്നത് തന്നിട്ടുണ്ട്. അതുപോലെ റൂമിൽ തള്ളി നിൽക്കുന്നത് തന്നിട്ടുണ്ട്, മേശ വലിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു തള്ളൽ അല്ലെങ്കിൽ വലിക്കൽ കാണുന്നില്ലേ? ഇതാണ് ബലം. അപ്പം നമ്മൾ ഈ കണ്ടത് ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു വലിക്കൽ, ഇതിനെയൊക്കെയാണ് നമ്മൾ ചേർത്തിട്ട് എന്തെന്ന് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. എന്നാൽ തള്ളുമ്പോഴും വലിക്കുമ്പോഴും മാത്രമാണോ ബലം പ്രയോഗിക്കുന്നത്? അപ്പം നമ്മൾ തള്ളുമ്പോഴും അതുപോലെ വലിക്കുമ്പോഴും മാത്രമാണോ ബലം പ്രയോഗിക്കുന്നത്? അല്ല. അപ്പം നമുക്കിവിടെ ചില ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു കുട്ടി ബോൾ എറിയുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ അതുപോലെ ബോള് കാലുകൊണ്ട് അടിക്കുന്നു. പിന്നെ ഇവിടെ രണ്ട് കുട്ടികൾ ഷട്ടിൽ കോക്ക് കളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ, അതുപോലെ ചപ്പാത്തി പരത്തുന്നു, ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് ഇതിനൊക്കെ കാരണം. ഇവിടെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനും ദിശ മാറ്റുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതായി കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്തു? ചിത്രത്തിലുള്ള എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബലം പ്രയോഗിക്കുന്നതായി കാണാം. ബലത്തിന് ഒരു നിർവചനം രൂപീകരിക്കും. അപ്പോൾ ബലത്തിന് നമുക്കൊരു നിർവചനം കൊടുക്കാൻ പറ്റും, അല്ലേ? ഈ സന്ദർഭങ്ങളിലെല്ലാം ബലം പ്രയോഗിക്കുന്നത് വസ്തുവുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ്. അപ്പോൾ ഒരു വസ്തുവുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബലം പ്രയോഗിക്കുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും നേരിട്ട് സമ്പർക്കം പുലർത്തേണ്ടതുണ്ടോ? അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സമ്പർക്കം പുലർത്തേണ്ടത് ഇല്ല. സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം. എന്താണ് സമ്പർക്ക ബലം? എന്താണ് സമ്പർക്കരഹിത ബലം? അപ്പോൾ സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പർക്ക ബലമുണ്ട്, സമ്പർക്കരഹിത ബലമുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാന്തം ഉപയോഗിച്ച് പിന്നിനെ ആകർഷിക്കുന്നു. പിന്നെ മാവിൽ നിന്ന് മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. ചുറ്റിക കൊണ്ട് ആണി തറയ്ക്കുന്നു. അപ്പം ഇതിൽ സമ്പർക്ക ബലവുമുണ്ട്, സമ്പർക്കരഹിത ബലവുമുണ്ട്. ഇനി ഓരോ ചിത്രത്തിനും പ്രയോഗിക്കപ്പെടുന്ന ബലം സമ്പർക്കത്തിലൂടെയാണോ അല്ലയോ എന്ന് പട്ടികപ്പെടുത്തുക. ഇവിടെ കാറ്റടിക്കുമ്പോൾ മരങ്ങളെല്ലാം ഇങ്ങനെ കാറ്റിൽ ആടുന്നുണ്ട്. അതുപോലെ നീന്തുന്നത്, ഇതൊക്കെ സമ്പർക്ക ബലമാണോ സമ്പർക്കരഹിത ബലമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാങ്ങ താഴേക്ക് വീഴുന്നു. അപ്പം മാങ്ങ താഴേക്ക് വീഴുന്നു എന്നത് ബലമാണ്. ബലം എന്ത് തരത്തിലുള്ള ബലമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ആകർഷണ ബലമാണ്. അപ്പോൾ ഭൂമിയുടെ ആകർഷണ ബലം എന്ന് പറയുമ്പം അത് സമ്പർക്കത്തിലൂടെയാണോ സമ്പർക്കത്തിലല്ലാതെയാണോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാങ്ങ താഴേക്ക് വീഴുന്നത് അവിടെ ഒരു ഭൂഗുരുത്വം ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഭൂമിയുടെ ആകർഷണ ബലം എന്ന് പറയുമ്പോൾ അവിടെ ഭൂഗുരുത്വാകർഷണ ബലം വരും. അത് എന്ന് പറയുന്നത് സമ്പർക്കത്തിലല്ലാത്ത ബലം, സമ്പർക്കരഹിത ബലമാണ്. അപ്പോൾ മാങ്ങ താഴേക്ക് വീഴുന്നത് സമ്പർക്കത്തിലല്ലാതെയാണ് എന്ന് നമുക്കിവിടെ പറയാൻ കഴിയും. കാറ്റിൽ ആടിയുലയുന്ന ഇലകൾ. കാറ്റിൽ ഉലയുന്ന ഇലകളും എന്ത് തന്നെയാണ്? സമ്പർക്കത്തിൽ അല്ലാതെ വരുന്നതാണ് കാറ്റിൽ ഉലയുന്ന ഇലകൾ എന്ന് പറയുന്നത്. അതേപോലെ
നമ്മൾ ഇവിടെ ഒരാൾ നീന്തുന്നു, വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തുകയാണ്, അത് നമുക്ക് പറയാം ആ കുളവും ആ ജലവും ആ ആളും തമ്മിലൊരു സമ്പർക്കമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം? അതിനെ നമുക്ക് സമ്പർക്കത്തിലുള്ള ബലമെന്ന് പറയാം. പിന്നെ എന്താണ്, ഇവിടെ ആണി അടിച്ച് ചുറ്റുക കൊണ്ട് അടിക്കുന്നത്, അത് രണ്ടും സമ്പർക്കത്തിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് സമ്പർക്ക ബലമാണ്. അതുപോലെ കാന്തത്തിലെ പിന്നെ ആകർഷിക്കുന്നതും അതും എന്താണ്? സമ്പർക്ക ബലമാണ്. ഇനി ബോൾ തള്ളുന്നതും അടിക്കുന്നതും ഒക്കെ എന്താണ്? സമ്പർക്ക ബലമാണ്. ചപ്പാത്തി പരത്തുന്നത് സമ്പർക്ക ബലമാണ്. അതുപോലെ ഷട്ടിൽ കോക്ക് കളിക്കുന്നു, ഇതൊക്കെ സമ്പർക്ക ബലമാണ്. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ബലമുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമ്പർക്ക ബലം എന്ന് പറയുന്നത്. വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. അപ്പോൾ നമ്മളിവിടെ സമ്പർക്കരഹിത ബലം എന്താണെന്നും സമ്പർക്ക ബലം എന്താണെന്നും നമ്മൾ പറഞ്ഞു. സമ്പർക്ക ബലം എന്ന് പറയുമ്പോൾ അത് വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഇത് N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പം നമ്മൾ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൻ ആണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ N കൊണ്ടാണ്. ന്യൂട്ടൻ എന്ന അക്ഷരം നമ്മൾ സൂചിപ്പിക്കുന്നത് N കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ശാസ്ത്രജ്ഞൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരമായതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂട്ടൻ എന്ന അതിൽ നമ്മൾ വലിയ ക്യാപിറ്റൽ N തന്നെ ഉപയോഗിക്കുന്നത്. അത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരിൽ തുടങ്ങുന്ന ആദ്യ അക്ഷരമായതുകൊണ്ടാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഘർഷണ ബലത്തെക്കുറിച്ചാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടുപോകുന്ന പന്ത് കുറച്ച് കഴിഞ്ഞാൽ നിശ്ചലമാകുന്നതായി കണ്ടിട്ടുണ്ടല്ലോ. ഇതിന് കാരണമായ ബലം ഏതാണ്? ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടുപോകുന്ന പന്ത് കുറച്ച് കഴിഞ്ഞാൽ അത് നിശ്ചലമാകുന്നതിന് കാരണം എന്താണ്? അതിന് കാരണമാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. ഒരു വശം മിനുസമുള്ളതും മറുവശം പരിവരുത്തതുമായ ഒരു മരക്കട്ട എടുക്കുക. മിനുസമുള്ള പ്രതലം ചരിവ് തലത്തിലൂടെ വലിച്ചു നീക്കുക. പിന്നീട് പരിവരുത്ത പ്രതലം ചരിവ് തലത്തിലൂടെ നീക്കുവാൻ ശ്രമിക്കൂ. എന്ത് വ്യത്യാസം അനുഭവപ്പെടുന്നു? പരിവരുത്ത പ്രതലമായപ്പോൾ നീക്കുന്നതിനെതിരായി കൂടുതൽ ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. അതായത് നമ്മൾ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? കൂടുതൽ ബലം അനുഭവപ്പെടുന്നെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? അത് ഘർഷണ ബലമാണെന്ന് പറയാൻ പറ്റുന്നത്. കൂടുതൽ കർഷണമുള്ള സന്ദർഭത്തിൽ വേഗം കുറയുന്നതായി കാണാം. അപ്പോൾ കർഷണം കൂടിയാൽ എന്ത് കുറയും? വേഗത കുറയും. കർഷണം കൂടിയാൽ വേഗത കുറയും, കർഷണം കുറഞ്ഞാൽ വേഗത കൂടും. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഘർഷണ ബലമെന്ന് പറയുന്നത്. അപ്പോൾ ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ഇങ്ങനെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ വലിക്കാൻ ശ്രമിക്കുമ്പോഴോ എന്ത് ചെയ്യുന്നു? അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. പരിവരുത്ത പ്രതലത്തിലൂടെ ഭാരമുള്ള ഒരു പെട്ടി നിരക്കി നീക്കുക. അതേ പെട്ടി ടയർ ഘടിപ്പിച്ച ട്രോളിയിൽ വലിച്ചു നീക്കുക. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? അതായത് നമുക്കറിയാം, പരിവരുത്ത പ്രതലത്തിൽ വലിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയോടെ വലിക്കേണ്ടി വരുന്നു. എന്നാൽ ടയർ ഘടിപ്പിച്ച ട്രോളിയിൽ വെച്ച് നീക്കുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ കൂടുതൽ ആയാസം കൊടുക്കേണ്ടതില്ല, പെട്ടി വേഗം നീങ്ങും. ഇവിടെ ഘർഷണം കൂടുകയാണോ കുറയുകയാണോ? അപ്പം നമുക്ക് പറയാം, പരിവരുത്ത പ്രതലത്തിൽ എന്താണ്? ഘർഷണം കൂടുതലാണ്.
ഇനി പെട്ടി ട്രോളി ഉപയോഗിച്ചാണെങ്കിൽ അവിടെ എന്താണ്, കർഷണം കുറയുന്നു. അപ്പം നിരക്കി നീക്കുമ്പോൾ കർഷണം ഉണ്ടാകുന്നു. അപ്പം നിരക്കിയാണ് നീക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നു, കർഷണം ഉണ്ടാകുന്നു. ഇതിന് നിരങ്ങൽ കർഷണം എന്ന് പറയാം. അപ്പം നമ്മൾ ഒരു സാധനം നിരക്കി നീക്കുന്നു, അപ്പോൾ എന്ത്, അവിടെ കർഷണം ഉണ്ടാകുന്നു. അത്തരം കർഷണത്തിന് പറയുന്ന പേരാണ് നിരങ്ങൽ കർഷണം. ഇനി ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ടയർ ഉരുളുന്ന രീതിയിലുള്ള കർഷണത്തിന് പറയുന്ന പേരാണ് ഉരുളൽ കർഷണം. അപ്പം നിരങ്ങൽ കർഷണം എന്ന് പറയുന്നത് ഉരുളൽ കർഷണത്തേക്കാൾ കൂടുതലാണ്. നിരങ്ങൽ കർഷണം ഉരുളൽ കർഷണത്തേക്കാൾ എന്താണ്, കൂടുതലാണ്. കർഷണം എവിടെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ഇനി കർഷണം എവിടെയൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതെന്ന് നോക്കാം. കർഷണം നിത്യജീവിതത്തിൽ. നിങ്ങളുടെ കൈപ്പത്തികൾ കൂട്ടി ഉരസി നോക്കുക. ചൂട് അനുഭവപ്പെടുന്നില്ലേ? തീപ്പെട്ടിക്കൊള്ളി ഉരസുമ്പോഴും ലൈറ്റർ കത്തിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ കർഷണം അനുഭവപ്പെടുന്ന സംഭവ ആ ഒരു നമ്മുടെ ജീവിതത്തിൽ കർഷണം അനുഭവപ്പെടുന്ന ആ ഒരു സമയമാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? തീപ്പെട്ടിക്കൊള്ളി ഉരസുമ്പോഴും ലൈറ്റർ കത്തിക്കുമ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നു? കർഷണം സംഭവിക്കുന്നു. അതായത് നമ്മൾ കൈപ്പത്തികൾ കൂടി ഉരസി നോക്കുക, അവിടെ ചൂട് അനുഭവപ്പെടും. അതുപോലെയാണ് കർഷണത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. ഇനി കർഷണം മൂലമുള്ള മറ്റ് പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? കർഷണം മൂലമുള്ള മറ്റ് പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു. അപ്പം നമ്മൾ വസ്തുക്കളെ മുറുകെ പിടിക്കുന്നത് ഏതിലൂടെയാണ്? കർഷണം കൊണ്ടുള്ള ഒരു പ്രയോജനമാണ്. വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് നടക്കാൻ കഴിയുന്നു. കർഷണം ഉണ്ടെങ്കിലോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭൂമിയിലൂടെ നടക്കുന്നത്. നമുക്ക് നടക്കാൻ സാധിക്കുന്നത് കർഷണമുള്ളത് കൊണ്ടാണ്. ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നത് എന്താണ്? അതും കർഷണമാണ്. കർഷണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനസ്സിലാക്കിയല്ലോ. എല്ലായ്പ്പോഴും കർഷണം പ്രയോജനകരമാണോ? താഴെ കൊടുത്ത സന്ദർഭങ്ങൾ വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കർഷണം കൊണ്ട് മറ്റ് ദോഷങ്ങളും ഇല്ലേ? അപ്പോൾ കർഷണം കൊണ്ട് പ്രയോജനമുള്ളത് പോലെ തന്നെ എന്താണ്, ദോഷങ്ങളുമുണ്ട്. സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു. അപ്പോൾ കർഷണം, ഇപ്പോൾ നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ഉരുണ്ടു പോകുന്നു. അപ്പോൾ അതിൻ്റെ ടയർ കുറേ നാളാവുമ്പോൾ അതിൻ്റെ ടയർ എന്ത് ചെയ്യുന്നു? തേഞ്ഞു തീരുന്നു. അപ്പോൾ അതിന് കാരണം എന്താണ്? കർഷണമാണ്. അപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് എന്ത് സംഭവിക്കുന്നു? തേയ്മാനം സംഭവിക്കുന്നു. യന്ത്രഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. അപ്പോൾ കർഷണമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യന്ത്രഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. അതും ഒക്കെ എന്താണ്? കർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ഇനി കർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 2-3 പ്രവർത്തനം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരേ മാസുള്ള മരക്കട്ട, ഐസ് കട്ട, റബ്ബർ കഷ്ണം എന്നിവ എടുക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരേ മാസമായിരിക്കണം. ഇവ ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ നിരങ്ങി നീങ്ങാൻ അനുവദിക്കുക. അപ്പോൾ ഈ മരക്കട്ടയും ഐസ് കട്ടയും റബ്ബർ കഷ്ണവും നമ്മളൊരു ചരിഞ്ഞ പ്രതലത്തിലൂടെ നിരങ്ങി നീങ്ങാൻ അനുവദിക്കുകയാണ്. ചരിവ് തലവുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് തുല്യമാകുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ചരിവ് തലവുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് തുല്യമാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഇത് ക്രമീകരിക്കണം. നിരീക്ഷണം എന്നിട്ട് സയൻസ് ഡയറിയിൽ കുറിക്കുക. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം കർഷണ ബലത്തെ സ്വാധീനിക്കുന്നില്ലേ? അപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം എന്ത് ചെയ്യുന്നു? കർഷണ ബലത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഇനി അതുപോലെ താഴെ നൽകിയിരിക്കുന്ന പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ് ജാറിൽ വെള്ളമെടുത്ത് തുല്യമാസുള്ള ഒരു ഉരുണ്ട കല്ലും 2 അറ്റവും കൂർത്ത കല്ലും വെള്ളത്തിലൂടെ താഴേക്കിടുക. ഏതാണ് വേഗത്തിൽ താഴേക്ക് പോകുന്നത്? അപ്പം നമ്മൾ 2 ഗ്ലാസ്സിൽ വെള്ളമെടുത്തു. അതിൽ ഒന്നിൽ നമ്മളൊരു കൂർത്ത കല്ലിട്ടു, മറ്റൊന്നിൽ നമ്മൾ സാധാ ഒരു ഉരുളൻ കല്ലിട്ടു, 2ലും ഉരുണ്ട കല്ലിട്ടു. അപ്പോൾ സാധാ 2ലും ഏത് കല്ലാണ് വേഗത്തിൽ താഴേക്ക് പോകുന്നത്? അപ്പോൾ ഇതിൽ നമ്മൾ കാണുമ്പോൾ, ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ എന്താണ്? കൂർത്ത കല്ലാണ് താഴേക്ക് വേഗത്തിൽ പോകുന്നത്. ഇതിൽ നിന്ന് വസ്തുക്കളുടെ ആകൃതി കർഷണത്തെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പറയാം, വസ്തുക്കളുടെ ആകൃതി കർഷണത്തെ സ്വാധീനിക്കുന്നു.
ഘർഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എഴുതി നോക്കൂ. അപ്പോൾ അതിലെന്തൊക്കെ പറയാൻ പറ്റും? വസ്തുക്കളുടെ ആകൃതി, വലിപ്പം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഘർഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കൈപ്പത്തികൾ കൂട്ടി ഉരസുമ്പോൾ ഘർഷണം അനുഭവപ്പെടുന്നതായി കണ്ടുവല്ലോ. അപ്പോൾ കൈപ്പത്തികൾ കൂട്ടി ഉരസുമ്പോൾ അവിടെ എന്തനുഭവപ്പെടുന്നു? ഘർഷണം അനുഭവപ്പെടുന്നു. കൈകളിൽ എണ്ണ പുരട്ടി കൂട്ടി തിരുമിയാൽ വേഗം തെന്നി നീങ്ങുന്നതായി കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മുടെ കൈകൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഘർഷണം സംഭവിക്കും. അതുപോലെ കൈകളിൽ എണ്ണ പുരട്ടി കൂട്ടിത്തിരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? കൈ വേഗം തെന്നി നീങ്ങുന്നതായി കാണാം. ഇതിൽ നിന്നും എണ്ണ പുരട്ടുമ്പോൾ ഘർഷണം കുറയുന്നതായി മനസ്സിലാക്കാം. അപ്പോൾ എണ്ണ പുരട്ടിയാൽ എന്ത് കുറവായിരിക്കും? ഘർഷണം കുറവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞ് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് എന്ത് ചെയ്താൽ മതി? എണ്ണ പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? സ്നേഹകങ്ങൾ. അപ്പോൾ സ്നേഹകങ്ങൾക്ക് ഉദാഹരണം എഴുതി നോക്കാം. എന്തൊക്കെയാണ് സ്നേഹകങ്ങൾക്ക് ഉദാഹരണം? അപ്പോൾ ഇതുപോലുള്ള പദാർത്ഥങ്ങൾ, ഗ്രീസ്, അതുപോലെ നമ്മുടെ എണ്ണ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ, ഓയില്, ഇതൊക്കെ എന്താണ്? സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഏത് എന്ന് നമ്മളോട് ചോദിക്കാം. ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉയർന്ന താപനിലയുള്ള യന്ത്രങ്ങളുണ്ടല്ലോ, ആ യന്ത്രങ്ങൾക്കിടയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സ്നേഹകം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, അത് ഗ്രാഫൈറ്റ് ആണ്. വാഹനങ്ങളിൽ ടയറുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലേതുപോലുള്ള ബോൾ ബയറിങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതേപോലെ ബോൾ ബയറിങ്ങുകൾ വാഹനങ്ങളിൽ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ബോൾ ബയറിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നിട്ടുണ്ട്. ഇനി ആക്സിലുമായുള്ള ഘർഷണം കുറയ്ക്കുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളിലെ ആക്സിലുമായുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം എന്തെന്ന് ചോദിക്കാം. അതെന്താണ്? ബോൾ ബെയറിംഗ് ആണ്. ബോൾ ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. വിമാനം, തോണി എന്നിവ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ വിമാനം, അതുപോലെ തോണി എന്നിവ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷണത്തെ അടിസ്ഥാനമാക്കി വിശദീകരിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നു. അപ്പോൾ ഘർഷണം കുറയ്ക്കത്തക്ക വിധം എന്ത് ചെയ്യുന്നു? നമ്മൾ ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. ഘർഷണം കുറയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എഴുതി ചേർക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഘർഷണം കുറയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ധാരാരഹിതമാക്കാം. അതുപോലെ നമ്മൾ ബോൾ ബെയറിങ്, പിന്നെ എണ്ണ പുരട്ടാം. ഇങ്ങനെയൊക്കെ ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ്. സ്നേഹകങ്ങൾ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത് നമുക്ക് വിലയിരുത്താൻ നോക്കാം. ഒരു കാറ് എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി എന്ന ബിന്ദുവിലെത്തുന്നു. അപ്പോൾ എയിൽ നിന്ന് പുറപ്പെട്ടിട്ട് എവിടെ എത്തുന്നു? 75 മീറ്റർ അകലെയുള്ള ബിയിലെത്തുന്നു. അപ്പോൾ എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ ആണ്, അതെവിടെ എത്തുന്നു? ബിയിലെത്തുന്നു. അപ്പോൾ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് എടുക്കുന്ന സമയം. അപ്പോൾ അതുപോലെ 30 മീറ്റർ പെർ സെക്കൻഡ് വേഗമുള്ള മറ്റൊരു കാറ്. അപ്പം മറ്റൊരു കാറിൻ്റെ വേഗത എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ കാറ് എന്ത് ചെയ്യുന്നു? എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി ബിയിൽ
എത്തുന്നു. ദാ ഇവിടെ എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടിയാണ് അത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വന്നിട്ട് എവിടെ എത്തുന്നു? ബിയിലെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് കാറായിരിക്കും ആദ്യം ബിയിലെത്തുക? അത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഏത് കാറാണ് ആദ്യം ബിയിലെത്തുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ബിയിലെത്തുന്നത് എ ബി ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാറാണ്. കാരണം അത് എന്താണ്, അതിനെ നമുക്ക് നോക്കാം. ആദ്യം എ ബി നമുക്ക് കണക്കാക്കാം. 75 മീറ്റർ എത്രയാണ്, എത്ര സമയം കൊണ്ടാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ് എത്തുന്നത്. അപ്പം നമുക്കിവിടെ എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും? ഇവിടെ വെട്ടുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം ഇവർ 3 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് എത്തും. ഇനി നമ്മൾ കണക്കാക്കുന്നത് എയിൽ കൂടി സിയിൽ നിന്ന് എവിടെ എത്തണം? ബിയിലെത്തണം. അപ്പം എ സി പ്ലസ് നമ്മളിവിടെ ചെയ്യുന്നത് ഇനി എന്താണ്? എ സി പ്ലസ് സി ബി. അപ്പോൾ എത്രയാണ് നമ്മൾ കിട്ടുന്നത്? എ സി എന്ന് പറയുന്നത്, ഇവിടെ എ സി എന്ന് പറയുന്നത് ഇതാണ്. എ സി 50 മീറ്റർ ആണ്. 50 മീറ്റർ. അതുപോലെ പ്ലസ്, അപ്പോൾ 50 പ്ലസ് എത്രയാണ്? സി ബി എന്ന് പറയുന്നത് 70 മീറ്റർ ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 120 മീറ്റർ എന്ന് കിട്ടും. ഇനി ഈ 120 മീറ്റർ എത്ര സമയം കൊണ്ടാണ് എത്തുന്നത്? 30 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ് എത്തുന്നത്. 30. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 120 ഭാഗം എത്രയാ? 30 സെക്കൻഡ് സമയം. അപ്പോൾ അതിന് നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ വെട്ടിപ്പോയി 4 എന്ന് കിട്ടും. അപ്പം 4 മീറ്റർ പെർ സെക്കൻഡ് സമയം. അപ്പം അങ്ങനെ വരുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ്, അതായത് എ ബി ഡയറക്റ്റ് അത് 3 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടിട്ട് ആദ്യം കാർ എത്തുന്നത് എവിടെയാണ്? എ ബിയിൽ പോകുമ്പോഴാണ് ആദ്യം കാർ എത്തുന്നത് എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ഒരു ബസ് എയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിലെത്തുന്നു. ബസ്സിൻ്റെ സമവേഗം 50 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ബസ് എവിടെയാണ്? ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് എവിടെ എത്തുന്നു? ഡി എന്നൊരു ബിന്ദുവിലെത്തുന്നു. അങ്ങനെയെങ്കിൽ ബസ്സിൻ്റെ സമവേഗം 50 മീറ്റർ പെർ സെക്കൻഡിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിലെത്തുന്നു. അപ്പോൾ ഇവിടെ സിയിൽ നിന്ന് പുറപ്പെട്ട് എത്ര സമയം കൊണ്ടാണ്? 7 സെക്കൻഡ് സമയം കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിലെത്തുന്നു. ഡി എന്ന ബിന്ദുവിലെത്തുമ്പോൾ അതിൻ്റെ ബസ്സിൻ്റെ സമവേഗം എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്കുള്ള സമയം എന്ന് പറയുന്നത് 7 സെക്കൻഡ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ വേഗത, സിയിൽ നിന്ന് ഡിയിലേക്കുള്ള വേഗത 50 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാം. ഇവ രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ഒന്ന് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ 7 സെക്കൻഡ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 ഇൻറ്റു 50, 7 ഇൻറ്റു 50 നമുക്ക് എന്തെന്ന് കിട്ടും? 350 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര സമയം കൊണ്ടാണ് ഡിയിലെത്തുന്നത്? സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തിയത് നമുക്ക് എത്രയാണ്? 350 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. അവിടുത്തെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 350 മീറ്റർ ആണെന്ന് കിട്ടും. ഇനി 1200 മീറ്റർ അകലെ നിന്നുള്ള ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടി വരും? അപ്പോൾ ഇവിടെ ശബ്ദത്തിൻ്റെ വേഗം തന്നിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ 12,000 മീറ്റർ അകലെയാണ്. 12,000 മീറ്റർ അകലെ നിന്നുള്ള ഇടിമുഴക്കം. അപ്പോൾ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 12,000
മീറ്ററാണ്. ഇനി ഇതിന് എത്ര കേൾക്കാൻ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ശബ്ദത്തിൻ്റെ വേഗം ഇവിടെ തന്നിട്ടുണ്ട്, 340 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾക്ക് കാണേണ്ടത് എന്താണ്? സമയമാണ്, ടൈമാണ് കാണേണ്ടത്. അപ്പം നമ്മൾ ഈ ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ഈ ഒരു 12,000-നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ശബ്ദത്തിൻ്റെ വേഗത കൊണ്ട് ഭാഗിച്ചാൽ മതി, 340. അപ്പം നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 35.29 എന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് താഴെ തന്നിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക. അപ്പോൾ ബലം എന്ന ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. അതിലെ ബലമാണ്, ബലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ എഴുതുക. ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കുന്നു. അപ്പോൾ ബലം എന്തൊക്കെ ചെയ്യുന്നു? ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കുന്നു. അടുത്ത് നമുക്ക് പറയാം, ഒരു വസ്തു നീങ്ങിപ്പോകാൻ കാരണമാകുന്നു. ബലം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വസ്തു നീങ്ങിപ്പോകാൻ കാരണമാകുന്നു. ഇനി അതുപോലെ നമുക്ക് പറയാം, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദിശ മാറ്റാൻ കാരണമാകുന്നു. നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ ദിശ മാറ്റുന്നു. പിന്നീട് നമുക്ക് പറയാം, ഒരു വസ്തുവിൻ്റെ വേഗത കൂട്ടുന്നു. അപ്പോൾ വസ്തുവിൻ്റെ വേഗത കൂട്ടുന്നു. ഇനി ഒരു വസ്തുവിൻ്റെ വേഗത കുറയ്ക്കുന്നു. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ബലമാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഈ ബലത്തിൻ്റെ ഈ ഒരു പദസൂര്യനിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്